ചാവോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ആർ ജെ ക്രിയേഷൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാജീവ് ബ്രോയ്ക്ക് ഒരു ഇറ്റലിക്കാരൻ മച്ചാനെ കിട്ടി, കുലീജ് ബ്രോ നമ്മുടെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് ഫിഷിങ്ങിൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ഈ ബാഗിൽ കാണുന്നതെല്ലാം ഈ ഫിഷിങ്ങിനുള്ള ഐറ്റംസ് ആണ്. അതിൻ്റെ തീറ്റ, അതിൻ്റെ സ്റ്റിക്ക്, നമുക്കറിയാത്ത കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് വഴിയേ നമുക്കത് കാണാം. ലാഗോയിലെത്തി ഓരോ സ്റ്റിക്കും സെറ്റ് ചെയ്യുകയാണ് കുലീജ് മച്ചാൻ. ഈ ലാഗോ എന്ന് പറഞ്ഞാൽ നദി എന്നാണ് കേട്ടോ ഇറ്റലിയിൽ. അപ്പോൾ നമ്മൾ ഇറ്റലി പഠിച്ചു വരുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചെറിയ വാക്കുകളൊക്കെ നമ്മളിടയ്ക്ക് കയറ്റി വിടും. ഈ നദിയിലെല്ലാം നിറച്ച് മീനുകളാണ്. കണ്ടാൽ ആർക്കും തോന്നുന്നു ചൂണ്ടയിടാനും മുപ്പലിക്ക് കുത്താനും. പക്ഷേ ഇവിടെ ചൂണ്ടയിടുന്നതിന് ലൈസൻസ് വേണം. പുലിക്ക് മച്ചാന് ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസിലാണ് രാജീവ് ബ്രോ ഇവിടെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേർ മാത്രം ഉള്ളതുകൊണ്ട് ഫിഷിങ്ങും ക്യാമറ പിടുത്തവും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാമറ പിടുത്തത്തിൻ്റെ ചെറിയൊരു പോരായ്മകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഫിഷിംഗ് മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. അപ്പം നാട്ടിലും പോയി നമുക്കത് പരീക്ഷിച്ച് നോക്കാം. കുലിക്ക് മച്ചാൻ അങ്ങനെ ഫിഷ് തീറ്റ എറിഞ്ഞു കൊടുത്ത് എല്ലാ മീനിനെ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ചൂണ്ട കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 ഭാഗത്തായിട്ട് നമ്മൾ ചൂണ്ട കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം മീനിനുള്ള തീറ്റകളാണ്. പൈനാപ്പിൾ, ബനാന, സ്ട്രോബെറി ഇതാണ് മെയിൻ ഫ്ലേവറുകൾ. കൂടാതെ പെല്ലറ്റ്, ചോളം ഇവയും വേറെ തീറ്റകളാണ്. അതല്ലാതെ നല്ല പുഴുവുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഈയലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിനെ ചിറക് വെച്ച് ഇത് പറന്നു പോകും. പിന്നെ നമ്മുടെ നാടിന് ഓർമ്മിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, മണ്ണിര. അതും കടലിൽ നിന്നാണ് ഇവിടെ മേടിക്കുന്നത്. എല്ലാം കാസ്റ്റ് ചെയ്തതിന് ശേഷം മച്ചാൻ പതിയെ മുട്ടറ്റം പാൻറ് കയറ്റി വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി ലൂർ കാസ്റ്റ് ചെയ്യാൻ കൊണ്ട് തുടങ്ങി. അങ്ങനെ മീൻ അടി തുടങ്ങി. കിട്ടുന്ന മീനെല്ലാം ചെറുതാണ്, അതിനെ തിരിച്ചുവിടാനാണ് പുള്ളി പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത് വലുതാണ്. നമ്മുടെ നാട്ടിലുള്ള സെലക്ഷൻ കരിമീനെക്കാട്ടിലും വലുതാണ് ഇവിടെ കിട്ടുന്ന ചെറിയ മീനുകൾ. അങ്ങനെ തലങ്ങും വിലങ്ങും മീനടിയോട് മീനടി. അങ്ങനെ ഒരു 10 കിലോയോളം മീൻ കിട്ടി.
വലിയ മീനെല്ലാം കിട്ടുമ്പോൾ നമ്മൾ കോരി ഉപയോഗിച്ച് കോരി എടുക്കണം, അല്ലെങ്കിൽ ഈ മീൻ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവസാനത്തെ മീനം പിടിച്ച് പെതുക്കെ പാക്കപ്പ് തുടങ്ങി. പാക്കപ്പിന് തന്നെ കുറച്ച് ടൈം എടുക്കും. കുഴച്ച് വെച്ച് മിച്ചം വന്ന തീറ്റയെല്ലാം മീന് ഫ്രീ ആയി കൊടുത്തു. ലാഗോയോട് ഗ്രാസിയം പറഞ്ഞു. ഗ്രാസി എന്ന് പറഞ്ഞാൽ നദിയോട് നന്ദി പറഞ്ഞു. അവിടുന്ന് നടന്നു നീങ്ങി. നദിയോട് മാത്രമല്ല, കുലീജ് ബ്രോയ്ക്കും ഒരു ബിഗ് ഗ്രാസിയ. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ചാവോ ഗ്രാസിയ.